അങ്ങനെ അപ്പൂപ്പൻ ടാക്സി ഓടുന്ന സ്റ്റാൻഡിൽ ഒരു മാവ് ഉണ്ടായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, എനിക്കൊരു നല്ല പഴുത്ത മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. നല്ല മണമുള്ളൊരു സൈസ് കർപ്പൂരത്തിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള ടൈപ്പ് ഒരു മാങ്ങ. അപ്പം ഞാൻ പറയാൻ വന്നത്, നമ്മൾ 90s കിഡ്സ് അല്ലെങ്കിൽ ഒരു 2000 മുമ്പ് 2005 മുമ്പിലുള്ള പിള്ളേരുടെ ഒരു വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോവുക അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയൊരു കഥയാണ് കേട്ടോ. അപ്പം അമ്മയുടെ അച്ഛൻ ഇതുപോലെ KSRTC ഡ്രൈവറായിരുന്നു. പെൻഷനായിട്ട് അപ്പൂപ്പൻ അംബാസഡർ ഓടിക്കുമായിരുന്നു ടാക്സിയായിട്ട്. അങ്ങനെ അപ്പൂപ്പൻ ടാക്സി ഓടുന്ന സ്റ്റാൻഡിൽ ഒരു മാവുണ്ടായിരുന്നു, കായംകുളം റെയിൽവേ സ്റ്റേഷൻ അടുത്ത്. അങ്ങനെ പണ്ടൊക്കെ ഈ കറണ്ട് പോകുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കറണ്ട് പോകുന്നു, മെഴുകുതിരി എത്തിച്ച് വെച്ചിട്ട് നമ്മൾ വെക്കേഷനൊക്കെ ആ ഒരു സമയത്ത് ഉണക്ക സമയം. അപ്പോൾ പറഞ്ഞു തന്നത്, അപ്പൂപ്പനാണെങ്കിൽ ഇതുപോലെ മാങ്ങ കൊണ്ടുവന്നു. കറണ്ടില്ലായിരുന്നു. അമ്മയുടെ അമ്മ ഇതുപോലെ മുറമൊക്കെ എടുത്തിട്ട് മാങ്ങ ചെത്തി എനിക്ക് തന്നു. അപ്പൂപ്പനും കഴിച്ച്, ഞാനും കഴിച്ച്, അമ്മച്ചമ്മയും എല്ലാവരും കഴിച്ചു. അങ്ങനെ കറണ്ട് വന്ന സമയത്ത് എന്താ പറയുക, മുറത്തേലും പിച്ചാത്തിയിലും ഒക്കെ കുഞ്ഞു കുഞ്ഞ് അതിഥികൾ, കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ. അന്നത്തെ കാലത്തൊരു നൊസ്റ്റാളിയ. അന്ന് നമ്മൾ അയ്യോ ഡേർട്ടി അങ്ങനൊന്നുമല്ല, തിന്നു പോയില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം. അപ്പം അന്ന് പുഴുണ്ടെന്ന് പറഞ്ഞപ്പം അമ്മച്ചമ്മ പറഞ്ഞു ഡയലോഗ്, ഇതിലും വലിയ പുഴു നമ്മുടെ വയറ്റിലുണ്ട്, അപ്പം ഇതൊക്കെ കുഴപ്പമില്ല കഴിക്കാം എന്ന് അന്ന് പറഞ്ഞ് ഞാൻ സത്യം പറഞ്ഞു. ഇപ്പോൾ ഈ മാങ്ങ തിന്നപ്പോഴേ ഞാനിങ്ങനെ നമുക്ക് പഴയ കുറേ സാധനങ്ങൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പം അത് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയായിട്ട് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ റിമെമ്പർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നല്ലൊരു പഴുത്തമാങ്ങ കിട്ടി. അപ്പോൾ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചുള്ളൂ. ഇത്രയുള്ള നമ്മുടെ സ്റ്റോറി. അടുത്ത സ്റ്റോറി വരയ്ക്കും എല്ലാവർക്കും ബൈ.